ഹലോ ഗൈസ്, മാലുട്ടേക്കാണ്. ഓക്കെ, ഈ ഒരു ന്യൂസ് കണ്ടില്ല? പ്രസവത്തിന് ശേഷം കുഞ്ഞ് മരിച്ചു, ചികിത്സാ പിഴ എന്ന കുടുംബം ചിറ്റൂർ ഗവൺമെന്റ് ഹോസ്പിറ്റലിനെതിരെ കുടുംബം കേസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അറിയാലോ, കേരളം ഹെൽത്തിൽ നമ്പർ 1 ആണ്. എന്നിട്ട് മറ്റേ പിണറായി വിജയനൊക്കെ അമേരിക്കയിലോട്ടാണ് കെട്ടി എഴുന്നള്ളണത് ഓന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട്. നാട്ടിലൊന്നും ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്പർ 1 കേരളത്തിൽ നിന്ന് ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റൂല പിണറായി വിജയനൊന്നും. അതായത് ഭരിക്കുന്ന ഗവൺമെന്റ് പറഞ്ഞുണ്ടാക്കണത് ഹെൽത്ത് കെയറിൽ നമ്പർ 1 ആണ്. ഹെൽത്ത് കെയറിൽ നമ്പർ 1 ആയിട്ടാണ് ഗവൺമെന്റ് ഹോസ്പിറ്റലില് രോഗികൾ മരിക്കണതും കുഞ്ഞു മരിക്കണതൊക്കെ. ഓക്കെ, ഇത് ഇങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവുന്നുണ്ട്. ഒന്നും രണ്ടും അല്ല, നമ്മളെ ഡെയിലി ഒരു ദിവസം ഒരു മരണമെങ്കിലും കേരളത്തിൽ നടക്കുന്നുണ്ട് ചികിത്സാ പിഴ മൂലം. അതും ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ. ഇവനൊക്കെ ഇതൊക്കെ ഇതാക്കണ ഡോക്ടറും നേഴ്സുമാരൊക്കെ ആരാണ് ഹയർ ചെയ്യണതെന്നാണ് എനിക്കറിയാൻ പാടുള്ളത്. ചിലപ്പം ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും കസാക്കിസ്ഥാനോ ഉസ്ബെക്കിസ്ഥാനോ ചൈനയോ അവിടെ നിന്ന് ഇവിടുന്ന് MBBS പഠിച്ച് പൈസ കൊടുത്ത് കണ്ട് എക്സാം എഴുതാതെ പൈസ കൊടുത്ത് കയറിയ വല്ല ആൾക്കാരും ചിലപ്പോ ഇത് നോക്കണ. അതും പറയാൻ പറ്റില്ല. ഇനി ഇത് നിയമനത്തിൽ അഴിമതി നടന്നതൊന്നും പറയാൻ പറ്റില്ല. എന്താണെങ്കിലും ഈ ഒരു ഗവൺമെന്റ് അറിയാലോ, CPM ആണ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന കേരളം. ഗവൺമെന്റ് ഭരിക്കുന്ന അത്രയും കാലം ഇതിങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അപ്പം ഞാൻ പറഞ്ഞു തരുന്നത് എന്താന്ന് വെച്ചാല്, ഭരണത്തിന് വിലയിരുത്തുക ജനങ്ങള്. ഓക്കെ, ഇനിയൊരു ഇലക്ഷൻ വരുന്നത്, പഞ്ചായത്ത് ഇലക്ഷൻ വരുന്നുണ്ട്. പെൺകുട്ടികൾ ചെറുക്കന്മാരെയും ഭംഗി കണ്ട് വോട്ട് കൊടുക്കാതെ ഭരണം വിലയിരുത്തിയിട്ട് എന്തോരം നാറിയ ഭരണമാണ് ഇപ്പത്തെ ഗവൺമെന്റ് കാഴ്ചവെച്ചെന്നുള്ളത് നോക്കുക. എന്നിട്ട് അതിനനുസരിച്ചുള്ള വോട്ട് കൊടുക്കുക. ഓക്കെ, BJPക്ക് വോട്ട് കൊടുത്താൽ എന്താ സംഭവിക്കുന്ന അറിയാലോ നാട്ടില്. അടുത്തൊരു ബീഹാറോ UPയോ ഒക്കെ ആയിട്ട് കേരളം മാറും. അവിടെ പിന്നെ അറിയാലോ, മുസ്ലിങ്ങളാണെന്നുണ്ടെങ്കിലും എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒരു ഇതുമില്ലാതെ തീവ്രവാദികൾ എന്നൊക്കെ പറഞ്ഞ് മുദ്ര കുത്തിയുണ്ട് ഒരു മുസ്ലിങ്ങൾക്കെതിരെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെന്റാണ് BJP. ഇനി അതൊക്കെ പോട്ടെ, അറിയാലോ ഈ പറഞ്ഞ വഖഫ് ബോർഡിന്റെ നിയമം വഖഫ് ബോർഡ് ഭൂമി പിടിച്ചെടുക്കാൻ തുടങ്ങിയ സമയത്ത് കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്ത വഖഫിനെയാണ്, അല്ലാതെ അവിടുത്തെ ജനങ്ങളല്ല. അവിടുത്തെ ജനങ്ങളെ സപ്പോർട്ട് ചെയ്ത് വേറെ BJP ആണ്. ഓക്കെ, അപ്പം എനിക്ക് പറയാനുള്ള അത്രേ ഉള്ളൂ. ഭരണം വിലയിരുത്തുക, എന്നിട്ട് വോട്ട് കൊടുക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ചാനൽ ഇഷ്ടപ്പെട്ട